ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെറും 3 മുട്ട വെച്ചിട്ട് കുറഞ്ഞ ചിലവിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബർത്ത്ഡേ കേക്കും അതുപോലെ 3 കപ്പ് കേക്കും കുറച്ച് കേക്ക്സുകളും കേക്ക് പോപ്സിൻ്റെ ഒക്കെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെല്ലാം ചെയ്തിട്ടുള്ളത് വെറും 3 മുട്ട വെച്ചിട്ടാണ്. വളരെ കുറഞ്ഞ ചിലവിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കേക്കിൻ്റെ ഫ്ലേവർ കുൽഫി ഫ്ലേവറിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ 1 കപ്പ് മൈദയിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 2 നുള്ളു ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഒരു 3 തവണ അരിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് 3 മുട്ട ചേർത്തിട്ടുണ്ട്. നല്ല വലുപ്പമുള്ള 3 മുട്ടയാണ്. അതിലേക്ക് വാനില പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അല്ലെങ്കിൽ വാനില എസൻസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ബീറ്റായി വരുമ്പോൾ ഇതിലേക്ക് ഇനി പൊടിച്ച പഞ്ചസാര 1 കപ്പ് ചേർത്ത് കൊടുക്കാം. പൊടിച്ചിട്ടുള്ള അളവാണ് 1 കപ്പ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കുറേശ്ശെ പഞ്ചസാര ചേർത്തിട്ട് ലോ സ്പീഡിൽ തന്നെ ഒന്ന് മിക്സായി വന്നിട്ട് ഹൈ സ്പീഡിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് നല്ല ക്രീമി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതേപോലെ ബീറ്റായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓയിൽ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി. ഒരുപാട് ഇട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മൈദ ഇതുപോലെ കുറേശ്ശെയായിട്ട് ഒരു 3-4 തവണയായിട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇടവിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് പാല് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അത് 2 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലും 3 കപ്പ് കേക്കിൻ്റെ മോൾഡിലുമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഒരെണ്ണം കേക്ക് പോപ്സും കേക്ക്സുകളും റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കേക്ക് ടിന്നിൽ കേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. കേക്ക് ഒരു 25 മിനിറ്റും കപ്പ് കേക്ക് ഒരു 10-15 മിനിറ്റൊക്കെ ബേക്ക് ചെയ്തെടുത്താൽ മതി. കേക്കെല്ലാം നന്നായിട്ട് ബേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനി തണുക്കാനായിട്ട് വെക്കുന്നുണ്ട്. നന്നായിട്ട് തണുത്തിട്ടാണ് കേക്ക് ഐസിങ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്കുള്ള കുൽഫി മിക്സ് റെഡിയാക്കി എടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്കും യൂസ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ട് ഇതിന് തിളച്ച് ഒന്ന് വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിക്കാക്കി എടുക്കണം. ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറും 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർക്കുന്നുണ്ട്. കസ്റ്റർഡ് പൗഡറിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 കപ്പ് പാല് ചേർത്തിട്ട് ഇത് കട്ടകളില്ലാതെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. പാല് ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് കുറച്ചൊന്ന് തിക്കാക്കി എടുത്തിട്ട് നേരത്തെ കലക്കി വെച്ചിട്ടുള്ളതും ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ കുക്കായി വരുമ്പോൾ ഇതിലേക്ക് ഇനി നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്കിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഇതിൽ നിന്നും കുറച്ചൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇതേപോലെ വലിയ സ്പൂണിന് ഒരു 2-3 സ്പൂണ് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം. കുറച്ച് ബദാമും കാഷ്യൂനട്ടും അതുപോലെ പിസ്തയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഷുഗർ സിറപ്പിന് പകരമായിട്ട് മിൽക്ക് സിറപ്പാണ് കേക്കിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കുൽഫി മിക്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രീം എടുത്തിട്ട് കുറച്ച് കുൽഫിയുടെ മിക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഉയർന്ന് നിന്നിട്ടുള്ള കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. കേക്ക് ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഫസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് മിൽക്ക് സിറപ്പ് വെച്ചിട്ട് ഒന്ന് കേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കുൽഫിയുടെ മിക്സ് ചേർത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ലെയറിൽ കൊടുക്കുന്നത്. നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കുൽഫി ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇതുപോലെ സ്പാച്ചില വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ മിൽക്ക് സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ക്രീമും കുൽഫിയും ഒക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കേക്ക് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നുണ്ട്. കേക്ക് പോപ്സിനും കേക്ക് സിക്കിളിനും വേണ്ടിയിട്ടുള്ള ആ ഒരു കേക്ക് ഇതുപോലെ കൈകൊണ്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി. നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.
അതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് പിടിക്കുന്ന പാകത്തിലാക്കിയിട്ട് കേക്ക് സിക്കിളും കേക്ക് പോപ്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കുക. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആവാനായിട്ട് കേക്ക് പോപ്സൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കേക്കിൻ്റെ ഫൈനൽ കോട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ട് ഒന്ന് കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. കപ്പ് കേക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് യെല്ലോ കളർ കൂടെ മിക്സ് ആക്കിയിട്ടാണ് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതും ഇനി ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഇപ്പോൾ കേക്ക് സിക്കിളും കേക്ക് പോപ്സും ഒക്കെ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഫ്രീസറിലാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് അത് ചോക്ലേറ്റ് കവർ ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കുൽഫി തയ്യാറാക്കിയപ്പോൾ അതിൽ നിന്ന് ഒരു 2-3 സ്പൂൺ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് തണുത്ത് വരുമ്പോൾ ഇതിലേക്ക് ചോക്ലേറ്റ് ഗനാഷാണ് ചേർത്ത് കൊടുക്കുന്നത്. ചോക്ലേറ്റ് ഗനാഷ് 2:1 റേഷ്യോയിലാണ് ചെയ്തിട്ടുള്ളത്. 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ചോക്ലേറ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗനാഷ് ഈ ഒരു കുൽഫിയുടെ ആ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഒരുപാട് തിക്കായിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് തിളച്ച പാൽ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. നമുക്കത് കേക്കിൻ്റെ മുകളിൽ ഒഴിക്കുന്ന ആ ഒരു പാകത്തിലാക്കി എടുക്കണം. കേക്ക് ഒരു അരമണിക്കൂർ തണുപ്പിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ കവർ ചെയ്തെടുക്കുന്നില്ല. മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ കവർ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇതേപോലെ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് കൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ താഴെ സൈഡിലായിട്ടും കുറച്ച് നട്ട്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കേക്ക് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണം കട്ട് ചെയ്ത് സെർവ് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവൂ. അപ്പോൾ വെറും 3 മുട്ട വെച്ചിട്ടാണ് ഇത്രയും ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ബർത്ത്ഡേ കേക്കിൻ്റെ ആ ഒരു ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം ഈ ഒരു ഇത്രയും മുട്ട വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്